ഒരു ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ഒരു അഖിലേന്ത്യാ നേതാവ് വന്നിരിക്കുന്നു പാർട്ടിയെ നയിക്കാൻ. 6 ദേശീയ പാർട്ടികളുള്ളതിൽ CPM-ന് ഇപ്പോൾ MA ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കുകയാണ്. പണ്ട് CPM-ന് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് ചെറുതായി ഒരു സംസ്ഥാനത്ത് മാത്രമായി. അപ്പോൾ CPM എന്ന പാർട്ടി ഇനി ബേബി ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതുപോലെ ഒരു മലയാളി ദേശീയ പാർട്ടിയുടെ നേതാവായതിൽ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം. എന്തായിരിക്കും ഈ CPM-ൻ്റെ ഈ മധുരയിൽ നടന്ന ഈ സമ്മേളനത്തിനൊക്കെ ശേഷമുള്ള നയങ്ങളും ഭാവി പരിപാടികളും? തീർച്ചയായിട്ടും അവർ ആഗോള കുത്തക മുതലാളിത്തത്തിനെതിരായിട്ട് തന്നെ പ്രവർത്തിക്കും. അതുപോലെ അവരുടെ ഒരു സ്ലോഗൻ എന്ന് പറയുന്ന ആപ്തവാക്യം എന്ന് പറയുന്നത് പീപ്പിൾ ഫസ്റ്റ്, മനുഷ്യർ, അതിനുശേഷം പ്രകൃതി, അതിനുശേഷമാണ് പ്രോഫിറ്റ് ഏറ്റവും ലാസ്റ്റ് എന്നുള്ളതൊക്കെ ആയിരിക്കും. അതായത് സോഷ്യലിസം, എല്ലാവർക്കും തുല്യത, അതുപോലെ ചൂഷണമൊന്നും ഉണ്ടാവാൻ പാടില്ല, അവസരങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുക, അത് സർക്കാരിലുള്ള ജോലിയായും പിൻവാതിൽ നിയമനങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതുപോലെ കുടുംബവാഴ്ച ഉണ്ടാവില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ നയങ്ങൾ. അതേപോലെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ LDF പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു മുന്നണി വളർത്തി അങ്ങനെ ഭരണം പിടിക്കുക എല്ലാ സംസ്ഥാനങ്ങളിലും, അങ്ങനെ BJP-യെയും കോൺഗ്രസിനെയൊക്കെ ഇവിടുന്ന് മാറ്റുക എന്ന ഒരു ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് നടക്കത്തില്ലാത്തത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടുക. കേരളത്തിന് പുറത്ത് ഇലക്ഷൻ സമയത്തൊക്കെ ഇന്ത്യ മുന്നണിയാകും. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ഇരട്ടത്താപ്പ് ഈ നയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് CPM മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും MA ബേബി ഡൽഹിയിൽ പാർട്ടിയുടെ നേതാവായിട്ട്, അഖിലേന്ത്യാ നേതാവായിട്ട് പാർട്ടിയെ നയിക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് CPM വളർന്നു വരട്ടെ, കൂടുതൽ LDF-കൾ ഇന്ത്യയൊട്ടാകെ പരക്കട്ടെ എന്നൊക്കെ നമുക്കൊരു മലയാളി എന്ന നിലയിൽ ആശിക്കാം. ഇനി കേരളത്തിൽ ഈ CPM ബേബിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടാകെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഈ പാർട്ടി കുറേ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഈ ആഗോള കുത്തക മുതലാളിത്തം നശിക്കട്ടെ എന്നൊക്കെ അവർ പറയുമ്പോഴും കേരളത്തിൽ ചില ആഗോള കുത്തക മുതലാളിമാർക്ക് ഇളവുകൾ CPM നൽകുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ്. തീർച്ചയായിട്ടും അങ്ങനെ രാഷ്ട്രീയ നേട്ടം കേരളത്തിൽ നേടേണ്ടത് കോൺഗ്രസിനോടും BJP-യോടും മത്സരിച്ചാണ്. കോൺഗ്രസിൻ്റെ നയം എന്താണ്? CPM-ൻ്റെ എതിരായിട്ട് നിൽക്കുന്ന UDF-നെ നയിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നയമെന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ഒന്ന് അവരുടെ കുടുംബമാണ് പ്രധാനം. കുടുംബം തീരുമാനിക്കും. ഹൈക്കമാൻഡെന്ന് എല്ലാവരും പറയും, പക്ഷേ അത് ഒരു കുടുംബമാണ്. അപ്പോൾ അവർ തീരുമാനിക്കുന്നത് ബാക്കി എല്ലാവരും അത് നടപ്പാക്കും. പിന്നെ ഭരണഘടന എന്ന് പറയുന്നത് അവർ മാറ്റും. അവർ മാറ്റിയതിന് ശേഷം വേറെ ആരും മാറ്റാൻ പാടില്ല. ഭരണഘടന ഞങ്ങൾ പൊക്കിപ്പിടിക്കും, ഞങ്ങൾ മാറ്റിയ ഭരണഘടന ഞങ്ങൾ പൊക്കിപ്പിടിക്കും, ഇനി വേറെ ആരും മാറ്റണ്ട. അതുപോലെ ഞങ്ങളുണ്ടാക്കിയ നിയമങ്ങളൊന്നും പിന്നെ മാറ്റാൻ പാടില്ല വേറെ ആരും, അതിലൊരു ഭേദഗതി വരുത്താൻ പാടില്ല. ഞങ്ങൾ നിയമം ഉണ്ടാക്കും, ഞങ്ങൾ ഭേദഗതി വരുത്തും, പക്ഷെ പിന്നീട് ആരും അതിൽ കളിക്കാൻ പാടില്ല. അതുപോലെ കുടുംബത്തിൻ്റെ പുറത്തുനിന്നുള്ള ആരും വലിയൊരു ശക്തി കേന്ദ്രങ്ങളാകുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ഈ 1885 തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇന്നുള്ള ദേശീയ പാർട്ടി ആയ കോൺഗ്രസ് കേരളത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ മത്സരിക്കുന്നതും പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പോകുന്നതും കേരളത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഇവിടെ ഒരു ശക്തിയുണ്ട്. ഇനി അടുത്തത് ഈ CPM-ന് നേരിടേണ്ടത് BJP-യാണ്. BJP 1951 ജനസംഘമായിട്ട് തുടങ്ങി, പിന്നീട് 80-കളിൽ BJP എന്ന ജനതാ പാർട്ടിക്ക് ശേഷം വന്ന ഒരു പാർട്ടിയാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടി 64 വന്നെങ്കിലും അത് 1925 മുതലുള്ള അവരുടെ മുന്നോട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. അപ്പോൾ BJP വളരെ അടുത്ത കാലത്ത് വന്ന ചെറുപ്പമായ പാർട്ടിയാണ്. ചെറുപ്പമായതുകൊണ്ട് തന്നെ അതിന് ദുശീലങ്ങൾ കുറവാണ്. രാജ്യം വികസിക്കണം, അതായത് വികസിത് ഭാരത് എന്നുള്ള ഒരു നയമാണ് BJP-ക്കുള്ളത്. അതുപോലെ BJP-ക്ക് ഉള്ളത് രാജ്യമാണ് ഒന്നാമത്, അല്ലാതെ കുടുംബമല്ല. അതുപോലെ രാജ്യത്ത് നിയമങ്ങളൊക്കെ നടപ്പാകണം, എല്ലാവരും തുല്യരായിരിക്കണം,
സബ്കാ വികാസ്, അതായത് എല്ലാവരും വികസിക്കണം, എല്ലാ പ്രദേശങ്ങളും വികസിക്കണം, എല്ലാ ആൾക്കാരും വികസിക്കണം എന്നൊക്കെയുള്ള നല്ല കാര്യങ്ങളാണ് BJP. കാരണം അത് അധികം പ്രായമാകാത്ത ചെറുപ്പമായ ഈ CPM-നെയും കോൺഗ്രസിനെയൊക്കെ അപേക്ഷിച്ച് ചെറുപ്പമായ എജിലിറ്റിയുള്ള ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ ആ പാർട്ടി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്ന തുടർച്ചയായിട്ട് 3-ാം തവണ ഭരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. സംസ്ഥാനങ്ങളാണെങ്കിലും വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. പണ്ട് ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന പാർട്ടിയാണെങ്കിലും ഇന്ന് ആ മേനി പറയാമെന്നല്ലാതെ കുടുംബത്തിന് ഒരു തകരാറുമില്ലാതെ ആ കുടുംബത്തിൻ്റെ വാഴ്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കോൺഗ്രസിന് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ CPM-ൻ്റെ ഒരു പുതിയ മലയാളി നേതാവിനെ തിരഞ്ഞെടുത്ത ഈ അവസരത്തിൽ CPM-ൻ്റെ നയങ്ങൾ മറ്റ് കേരളത്തിൽ നേരിടുന്ന കോൺഗ്രസിൻ്റെയും BJP-യുടെയും നയങ്ങളോട് അതിൻ്റെ ഒരു വ്യത്യസ്തത നോക്കുമ്പോൾ CPM മുന്നോട്ട് പോകുമോ അതോ ബേബിയായി ചെറുതായി തന്നെ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.